ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് പാകത്തിന് ഉപ്പിട്ട് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഇളക്കണം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് എടുത്ത് വെക്കാം. അതൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായ ചുവന്നുള്ളിയാണ്. ഒരു 100 ഗ്രാം ചുവന്നുള്ളി തോല് കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. കരിവേപ്പില, മുളക് പൊടികളൊക്കെ മതി. ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശായിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. ഫ്രൈ ആയിട്ട് തന്നെ എടുത്ത് വെക്കണം. നല്ലപോലെ വെന്ത് ഫ്രൈ ആകണം. ഇതൊരു 2-3 ട്രിപ്പായിട്ടിട്ട് വറുത്ത് കോരി എടുത്ത് വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെയാണ് ചുവന്നുള്ളി നന്നാക്കിയതിട്ട് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനാവശ്യമായ ചുവന്നുള്ളി, കരിവേപ്പില, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ഇതിനാവശ്യമായത്. അപ്പോൾ ചുവന്നുള്ളി കഴുകി തോട് കളഞ്ഞ് വൃത്തിയാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. ചിക്കൻ അതിൽ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞിട്ടാണ് ചുവന്നുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ടത്. ചിക്കൻ എല്ലാം വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരുവിധം വഴന്നു വരുമ്പോഴത്തേക്കുമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞെടുക്കുന്നതിന് വരെ ഞാൻ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. ആ പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചുവന്നുള്ളി വഴന്നു വരുമ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്ന കരിവേപ്പിലയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഒന്ന് കുറച്ച് വഴന്നു നല്ലപോലെ മൊരിഞ്ഞു വരണം. ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇത് മൊരിക്കണം. മൊരിഞ്ഞു വരുമ്പോഴത്തേക്കുമാണ് എടുത്തു വെച്ചിരിക്കുന്ന പാകത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിക്കാം. ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ വറ്റൽമുളക് വറുത്തത് ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇപ്പം ഇല്ലാതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. ഒരു പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ടൊമാറ്റോ സോസ് ഒരു 3 സ്പൂണൊക്കെ ഒഴിക്കാം. ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ കൊണ്ടാട്ടം ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. ഓക്കെ.